മഴവിൽ മനോരമയിലെ എന്നും സമ്മതം എന്ന് പറഞ്ഞ സീരിയൽ എല്ലാവർക്കും അറിയായിരിക്കും. അതിലെ ഫേമസ് കപ്പിളാണ് രാഹുലും അശ്വതിയും. ആ സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞതും. ഇപ്പോൾ രാഹുൽ മഴവില്ലിൽ തന്നെ ഒത്തിരി സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിക്കുന്നു. അശ്വതിയും മഴവിൽ മനോരമയിലെ ജോയ്സിയുടെ ഒറ്റ ശിഖരം എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. രണ്ടുപേരും എന്താ പറയുക, ചില ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സീരിയലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അശ്വതി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തെറ്റ് ചെയ്യാതെ അവമാനിക്കപ്പെടുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കണം? ഇനിയും എൻ്റെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ സമാധാനം നഷ്ടമാവുന്നിടത്ത് ഞാൻ പ്രതികരിക്കും. അതിനുള്ള സമയമായി. പലരുടെയും പേരുകൾ ഉൾപ്പെടെ ഞാൻ വെളിപ്പെടുത്തും. ഇല്ലെങ്കിൽ പലരും സമാധാനം പറയേണ്ടി വരും. ഇങ്ങനെയാണ് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് അശ്വതി ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്താണ് പ്രശ്നം എന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടില്ല, എന്താണ് വിഷയം എന്നുള്ളത്. ഇന്ന് അശ്വതിയുടെ ഹസ്ബൻഡ് രാഹുൽ ഒരു ലൈവ് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 2.5 വർഷം മുമ്പ് രാഹുൽ ഒരു സീരിയലിന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ആ സീരിയൽ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അതിന് കാരണം, രാഹുൽ ആ സീരിയൽ ഡ്രോപ്പ് ചെയ്യാൻ കാരണം അശ്വതിയാണെന്നും മറ്റും ഇങ്ങനെ പറഞ്ഞ് പരത്തി. അതുകൊണ്ട് തന്നെ 1.5 വർഷത്തോളം ഇവർക്ക് ഒരു സീരിയലും ഇല്ലാതെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു. ഇപ്പോഴും അന്നേരം ഈ 1.5 വർഷം ഇവർ സീരിയലില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നതിന് കാരണം, അതായത് ഇവരെ സീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടമാവില്ല എന്നും ഇവർ സീരിയൽ ഉപേക്ഷിച്ച് പോകും, പകുതിക്ക് വെച്ച് സീരിയൽ ഉപേക്ഷിച്ച് പോകും എന്നൊക്കെയുള്ള പ്രചരണം ആരൊക്കെയോ എന്താ പറയുക പറഞ്ഞു, സെറ്റുകളിൽ പറഞ്ഞ് പരത്തി, പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ 1.5 വർഷത്തോളം ഇവർക്ക് സീരിയൽ ഇല്ലാതെയായി. ഇപ്പോൾ ഇവർക്ക് സീരിയലുണ്ട്, 2-3 സീരിയലുണ്ട്. ഇപ്പോഴും ഇതേ പ്രചരണം ഇവരുടെ സെറ്റുകളിൽ വന്നിട്ട് പറയുന്നുണ്ട്, പോലും പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഈ ഒരു പ്രൊഫഷനെ നശിപ്പിക്കുന്ന രീതിയിൽ പലരും പ്രവർത്തിക്കുന്നുണ്ട്. അത് ആരാണെന്നൊക്കെ ഇവർക്കറിയാം. ഇനിയും ഇത് തുടർന്നാൽ പേര് സഹിതം വെളിപ്പെടുത്തി അവർക്കിട്ടൊരു പണി കൊടുക്കും എന്നൊക്കെയാണ് രാഹുൽ ഇന്ന് ഇതിനകത്ത് ലൈവിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, 2.5 വർഷം മുമ്പ് രാഹുൽ അഭിനയിച്ച ഒരു സീരിയലായിരുന്നു സി കേരളത്തിലെ ശ്യാമാംബരം എന്ന് പറയുന്ന സീരിയൽ. അതിൽ ജസ്റ്റ് കുറച്ച് എപ്പിസോഡ് അഭിനയിച്ച ശേഷം രാഹുൽ ആ പ്രൊജക്റ്റ് ഡ്രോപ്പ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്ന് അതിൻ്റെ നിർമ്മാതാക്കൾ രാഹുലിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മഴവിൽ മനോരമയിൽ എന്നും സമ്മതം എന്ന് പറയുന്ന സീരിയലിൽ രാഹുൽ മരിക്കുന്നതായിട്ടായിരുന്നു കഥയുണ്ടായിരുന്നത്. അതിൽ രാഹുൽ മരിച്ച് രാഹുലിൻ്റെ ആ ഒരു പോർഷൻ തീർന്ന ശേഷം ആണ് രാഹുലിനെ ഇവർ ഈ ശ്യാമാംബരം എന്ന് പറയുന്ന സീരിയലിലോട്ടേക്ക് എടുത്തത്, എഗ്രിമെൻ്റ് വെച്ചത്. പക്ഷെ പിന്നീട് രാഹുൽ ഈ ശ്യാമാംബരം സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഈ എന്നും സമ്മതം എന്ന് പറയുന്ന സീരിയലിൽ ഇയാൾ മരിക്കാനിടയായ സംഭവങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി ഒരു 5 ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് സെറ്റിൽ നിന്ന് എന്നും സമ്മതം എന്ന് പറഞ്ഞ സെറ്റിലോട്ട് പോയി എന്നാണ് അറിയുന്നത്. അതിനുശേഷം പിന്നീട് രാഹുൽ ഈ ഒരു ശ്യാമാംബരം എന്ന് പറഞ്ഞ സെറ്റിലോട്ട് വരാൻ തയ്യാറായില്ല എന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ എന്താ പറയുക, ശ്യാമാംബരത്തിൻ്റെ നിർമ്മാതാവ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ സംഭവിച്ച കോമഡി എന്താണെന്ന് വെച്ചാൽ, ശരിക്കും മഴവിൽ മനോരമയിൽ എന്നും സമ്മതം എന്ന് പറയുന്ന സീരിയലിൽ രാഹുൽ മരിക്കുന്നതായിട്ടായിരുന്നു കാണിച്ചിരുന്നത്. പിന്നീട് ഇയാൾ വീണ്ടും വന്ന് ഈ ഒരു സീരിയലിലെ ഹീറോ ആയി മാറുന്ന അവസ്ഥയാണ് പിന്നീട് ആ സീരിയലിൽ ഉണ്ടായത്. അത് ചാനൽ കളിച്ച കളിയോ, അല്ലെങ്കിൽ ഇവരന്നേരമല്ലേ ഇവരുടെ മാരേജ് കഴിഞ്ഞത്, അതുകൊണ്ട് അത് വെച്ച് റേറ്റിംഗ് കൂട്ടാമെന്ന് വിചാരിച്ച് ചാനൽ കളിച്ച കളിയായിരിക്കണം. അതുകൊണ്ട് രാഹുലിനെ ശരിക്കും പറഞ്ഞാൽ ശ്യാമാംബരം എന്ന് പറഞ്ഞ സെറ്റിലോട്ടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി എന്നുള്ളതാണ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്ന് രാഹുൽ ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, തൻ്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഈ ശ്യാമാംബരം സെറ്റിൽ ഉണ്ടായത് കൊണ്ടാണ് താൻ പിന്നീട് ആ സെറ്റിൽ അഭിനയിക്കാൻ വരാതിരുന്നതെന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഒരു ശ്യാമാംബരം സീരിയലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ് ഇപ്പോഴും ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം അന്ന് ആ ഒരു സീരിയലിൽ പോകാതെ അവരെ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തല്ലോ. ഇവരങ്ങനെയാണെന്നും, അതുമാത്രമല്ല രാഹുലിൻ്റെ ഭാര്യയ്ക്കാണ് ഇതിൽ വിഷയം. രാഹുൽ വേറെ നടിയുമായിട്ട് അഭിനയിക്കുന്നത് അശ്വതിക്ക് ഇഷ്ടമല്ല എന്നും അവർ വന്ന് പ്രശ്നമാക്കുമെന്നും അങ്ങനെ രാഹുൽ സീരിയൽ ഡ്രോപ്പ് ചെയ്യുന്നൊക്കെയുള്ള തരത്തിലാണ് പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്.
അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് പിന്നിൽ തങ്ങളുടെ പ്രൊഫഷനെ പോലും നശിപ്പിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തുന്ന ആൾക്കാരെ കറക്റ്റായിട്ട് രാഹുലിനും അശ്വതിക്കും അറിയാമെന്നും അവരുടെ പേരുകൾ കൃത്യമായി വെളിപ്പെടുത്തുമെന്നും അവർക്കെതിരെയുള്ള പണി ഉടനെ തരുമെന്നുമാണ് ഇവർ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്.